അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഉറപ്പു നൽകുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതി നടപ്പാക്കിയതോടെ സ്വകാര്യ ബസ് മേഖല പാടെ തകർച്ചയിലേക്ക് നീങ്ങുന്നതായി അങ്കമാലി മേഖല പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സംസ്ഥാന ബജറ്റിൽ റോഡ് ടാക്സ് 50% കുറച്ചതുകൊണ്ട് മാത്രം നിലവിലെ കടുത്ത പ്രതിസന്ധിക്ക് പരിഹാരമാകില്ലെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് APGB, സെക്രട്ടറി BO ഡേവിസ് എന്നിവർ അറിയിച്ചു. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഉറപ്പു നൽകുന്ന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയും ഡീസൽ വില വർധനവും മൂലം അങ്കമാലി മേഖലയിലെ സ്വകാര്യ ബസ് മേഖല കടുത്ത തകർച്ചയിലെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ബസ്സുകളെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ളത്. സർക്കാരിൻ്റെ ഈ പദ്ധതിക്ക് ഞങ്ങൾ ആരും തന്നെ എതിരല്ല. സ്ത്രീ ശാക്തീകരണം അനിവാര്യമാണ്. സ്ത്രീകൾക്ക് അഭിവൃദ്ധി ഉണ്ടാവണം. അവരുടെ വരുമാന വർധനവ് ലക്ഷ്യം വെച്ചിട്ടുള്ള പദ്ധതി തീർച്ചയായിട്ടും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് വയ്ക്കാനുള്ള ഒരു നിർദ്ദേശം, ഈ പല കാലഘട്ടങ്ങളിലായി ഈ വ്യവസായം നടത്തി വന്ന ഇത്രയും അധികം ആളുകളെ വലിയ കഷ്ടത്തിലാക്കിയ ഒരു തീരുമാനമാണ്. അതിന് വ്യക്തമായ ഒരു പദ്ധതികൾ തയ്യാറാക്കാതെ അതെങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വ്യക്തമാക്കാതെ ഒരു സുപ്രഭാതത്തിൽ ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പുതിയ ബസ്സുകൾ വാങ്ങിച്ചവർ ലോൺ എടുത്ത് വായ്പ എടുത്തൊക്കെ ഇത് നടത്തുന്ന ആളുകളുണ്ട്. ഉപജീവന മാർഗമാണ്. അവരൊക്കെ കണ്ണീര് കൊണ്ട് ഇന്ന് കഷ്ടപ്പെടുകയാണ്. കാരണം അവരുടെ മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്, എങ്ങനെ ഇത് മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകുന്നു. ബഡ്ജറ്റിൽ റോഡ് ടാക്സ് 50% കുറച്ചതുകൊണ്ട് മാത്രം പ്രതിദിനം 1000 മുതൽ 3000 രൂപ വരെ കളക്ഷൻ ഇടിവുണ്ടാകുന്ന നിലവിലെ പ്രതിസന്ധി മറികടക്കാനാകില്ലെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ഈ നിലവിലിപ്പോൾ ടാക്സ് അടച്ചു കഴിഞ്ഞു. അതായത് ഒരു ക്വാർട്ടറിൽ 3 മാസത്തേക്കുള്ള റോഡ് ടാക്സ് അടച്ചു കഴിഞ്ഞു. ആ ടാക്സ് പ്രകാരം ജൂൺ 30 വരെ സർവീസ് നടത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് ടാക്സ് വണ്ടികൾ ആ ദിവസം വരെ ഓടാം. പക്ഷെ അതിനുശേഷം ഈ ജൂലൈ 1 മുതൽ പുതിയ ടാക്സ് ആരംഭിക്കുകയാണ്. പുതിയ ക്വാർട്ടർലി ടാക്സിന്റെ ആരംഭമാണ്. ആ സമയത്ത് ഫോം G പൂരിപ്പിച്ച് സർക്കാർ പറയുന്ന ബസ് നിർത്തിയിടണമെങ്കിൽ ചെയ്യേണ്ട കാര്യം ഫോം G ഫോം എന്ന ആ ഫോം പൂരിപ്പിച്ച് അതിൽ 450 രൂപ ഫീസും അടച്ചു കഴിഞ്ഞാൽ ആ ബസ് നമുക്ക് നിർത്തിയിടാം. ആ സമയത്ത് ടാക്സ് അടയ്ക്കേണ്ട, ആ സമയത്ത് തൊഴിലാളിയുടെ ക്ഷേമനിധി അടയ്ക്കേണ്ട, ഇൻഷുറൻസിന്റെ ആ പീരീഡ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അങ്ങനെ അത്തരം മാർഗങ്ങളിലേക്ക് വരും ദിവസങ്ങളിൽ കടക്കാനുള്ള തീരുമാനം ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുകയാണ്. കാരണം ഇതിനൊരു സമരം ചെയ്യാനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ. സമരം ചെയ്ത് സർക്കാരിനെ മുട്ടുകുത്തിക്കാനോ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനോ ഞങ്ങൾക്ക് യാതൊരു ഉദ്ദേശവും. പക്ഷെ സർക്കാർ ഞങ്ങളുടെ ഈ ഇൻഡസ്ട്രി നേരിടുന്ന പ്രയാസം മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്കമാലിയിൽ നിന്നും ആലുവ, കൊരട്ടി, മലയാറ്റൂർ, മഞ്ഞപ്ര ഉൾപ്പെടെയുള്ള വിവിധ റൂട്ടുകളിലോടുന്ന 100-ലധികം ബസ്സുകളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത്. പ്രതിദിന ചിലവുകൾ പോലും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിൽ ആദ്യപടിയായി ട്രിപ്പുകൾ വെട്ടിക്കുറയ്ക്കാനും തുടർന്ന് G ഫോം നൽകി സർവീസുകൾ പൂർണ്ണമായും നിർത്തിവെക്കാനുമാണ് ബസ് ഉടമകളുടെ തീരുമാനം. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുണ്ട്. പക്ഷേ കേരളത്തിലെ മുഴുവൻ ഭാഗങ്ങളിലേക്കും ഈ സഹായം ലഭിക്കുന്നില്ല. കാരണം KSRTC പല ഭാഗങ്ങളിലും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഞങ്ങൾ പറയുന്ന പദ്ധതി പ്രകാരം 0 ടിക്കറ്റ് ഞങ്ങളുടെ ബസ്സിലും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറ്. ആ 0 ടിക്കറ്റിന്റെ പണം സർക്കാർ ഞങ്ങൾക്ക് റീഇംബേഴ്സ് ചെയ്ത് തന്നാൽ മതി. അപ്പം എല്ലാവർക്കും അതിൻ്റെ ആനുകൂല്യം ലഭിക്കും. ഏറ്റവും നല്ല പദ്ധതിയാണ്. സർക്കാരിന് യാതൊരു മുടക്കമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ഗുണം കിട്ടാവുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി ഞങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്.